ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നും സൂം മീറ്റിംഗിൽ കൂടെ ദോഹയിലുള്ള സഹോദരിമാരോട് ദൈവത്തിന്റെ വചനം സംസാരിപ്പാൻ ദൈവം ഒരവസരം തന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അതുപോലെ തന്നെ എന്നെ ഇതിനായിട്ട് ക്ഷണിച്ച ഈ ദോഹയിലുള്ള എല്ലാ സഹോദരിമാരോടും എന്റെ നന്ദി അറിയിക്കുന്നു. വിശേഷാൽ ലിസയാണ് എന്നെ ക്ഷണിച്ചത്. ലിസയോടുള്ള നന്ദി ഞാൻ ഓർക്കുന്നു, അറിയിക്കുന്നു. മാത്രമല്ല, എനിക്ക് ഈ ദിവസങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എല്ലാ സഹോദരിമാർക്കും നന്ദിയുള്ള ഹൃദയത്തോടെ ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. നാം കഴിഞ്ഞ മീറ്റിംഗില് സംസാരിച്ചതിന്റെ ആ വിഷയം തന്നെയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട്, ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്നെ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എന്ന് എനിക്കറിയാം. ഇന്ന് നമുക്ക് ആ ഭാഗം ഒന്നും കൂടെ വായിക്കാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 7-ഉം 8-ഉം വാക്യങ്ങള്. അവിടെ കാണുന്ന, വഞ്ചനപ്പെടാതിരിപ്പിൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്. തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും, വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. കഴിഞ്ഞ മീറ്റിംഗിൽ നമ്മൾ അതിന്റെ 1-ാമത്തെ പോയിന്റ് കണ്ടു. അതൊന്നും കൂടെ ഞാൻ പറയാണ്. നാം വിതയ്ക്കുന്നത് കൊയ്യുവാൻ വേണ്ടിയാണ്. 2 തരത്തിലുള്ള വിത്തുണ്ട്. നമ്മൾ വിതയ്ക്കുന്നത് ഈ ലോകത്തിലാണ്. നമുക്കറിയാം, കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ അനേക പ്രാവശ്യം അനേക ഉദാഹരണങ്ങൾ കൂടെ വിതയ്ക്കുന്നവരുടെയും കൊയ്യുന്നവരുടെയും കാര്യങ്ങൾ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിതയ്ക്കുകയും കൊയ്യുകയും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതില്ലാതെ ഈ ലോകം നിലനിൽക്കാൻ സാധിക്കത്തില്ല, നമ്മൾക്കും നിലനിൽപ്പില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ 2 തരത്തിലുള്ള വിത്തുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഒന്ന് ജഡത്തിന്റെ വിത്താണ്, 2 ആത്മാവിന്റെ വിത്താണ്. ഇന്ന് നമുക്ക് 2-ാമത്തെ പോയിന്റിനെ കുറിച്ച് നമുക്ക് ഓർക്കാം. അത്, വിതയ്ക്കുന്നവൻ ഏത് വിത്ത് വിതച്ചുവോ അതിന്റെ ഫലം തന്നെ കൊയ്യും. നമുക്കറിയാം, ഒരു വാക്യം വായിക്കാം. യെശയ്യാവ് 37-ന്റെ 3-ാം വാക്യം. യെശയ്യാവ് 37 അധ്യായത്തിന്റെ 3-ാം വാക്യത്തില് അവിടെ പറയുന്നത്, അവർ അവനോട് പറഞ്ഞത്, ഹിസ്കീയാവ് ഇപ്രകാരം പറയുന്നു, ഇത് 30-ാം വാക്യം. 37-ന്റെ 30. എന്നാൽ ഇത് നിനക്ക് അടയാളമാകും. നിങ്ങൾ ഈ ആണ്ടിൽ പടുവിത്ത് വിളയുന്നതും 2-ാം ആണ്ടിൽ താനെ കിളിർത്തു വിളയുന്നതും തിന്നും. 3-ാം ആണ്ടിൽ നിങ്ങൾ വിതച്ച് കൊയ്യുകയും മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കി അവയുടെ പഴം തിന്നുകയും ചെയ്യും. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഇവിടെ മുന്തിരിത്തോട്ടം ഉണ്ടാക്കി മുന്തിരിങ്ങ അല്ലെങ്കിൽ മുന്തിരി നട്ടു, മുന്തിരിങ്ങ കൊയ്തു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവര് നട്ടത് മുന്തിരിങ്ങയാണെങ്കിൽ കൊയ്തതും മുന്തിരിങ്ങ തന്നെയാണ്. അപ്പോൾ വിതയ്ക്കുന്നവൻ ഏത് വിത്ത് വിതച്ചുവോ അത് തന്നെ കൊയ്യും. ഈ ലോകത്തെ നോക്കിയാൽ അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പിന്നെ നമ്മള് കാഞ്ഞിരത്തെ കുറിച്ച് അറിയാം. നമുക്ക് കാഞ്ഞിര എന്തെന്നുള്ളത് നമുക്ക്, നിങ്ങൾ കൊച്ചുപിള്ളേർക്കൊന്നും അറിയത്തില്ല, എന്നാൽ പ്രായമുള്ളവർക്കറിയാം. ഭയങ്കര കയ്പുള്ള ഒരു കാര്യമാണ് കാഞ്ഞിര. അത് മരുന്നിനൊക്കെയാണ് അധികം ഉപയോഗിക്കുന്നത്. എന്നാൽ കാഞ്ഞിരം ചില പണ്ടത്തുള്ള വീടുകളിലൊക്കെ കാണും. കാരണം മരുന്നിന് വേണ്ടി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, വേദനയ്ക്ക് വേണ്ടി ഒത്തിരി നല്ലതാണ്. എന്നാൽ ഒരു വ്യക്തി ഒരു കാഞ്ഞിരം നട്ടു, അത് കഴിഞ്ഞ് തീരുമാനിച്ചു കാഞ്ഞിരം കയ്പാണ്, എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഇച്ചിരി മധുരമുള്ള ഇത് ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് ആ വ്യക്തി പാല് പഞ്ചസാരയും ഒക്കെ ഇട്ട് അതിന്റെ ചോട്ടിൽ വളമായിട്ട് ഒഴിക്കും. അതുപോലെ ലഡുവും ജിലേബിയും ഒക്കെ എടുത്ത് അത് കലക്കി ഇതാണ് വളമായിട്ട് കൊടുക്കുന്നത്. അങ്ങനെ വളർന്നു. അവൻ വിചാരിച്ചു, എങ്ങനെയാണെങ്കിൽ ഈ കാഞ്ഞിരത്തിന്റെ വ്യത്യാസം ഉണ്ടാകും, ഇതിന്റെ ഫലം ഇനി ഉണ്ടാകുന്ന ഫലം സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും എന്ന് വിചാരിച്ച് അവൻ നോക്കിയിരുന്നു. അവസാനം നോക്കിയിരുന്ന് ഫലം കിട്ടിയപ്പോൾ അതും ഭയങ്കര കയ്പ് തന്നെയാണ്. കാഞ്ഞിരത്തിന്റെ വിത്തിട്ടാൽ ഒരിക്കലും നമുക്ക് ഫലമുള്ള ഇത് കിട്ടത്തില്ല. കാഞ്ഞിരം വിതയ്ക്കുന്നവര് കാഞ്ഞിരം തന്നെ കൊയ്യും എന്നുള്ളത് നമുക്ക് ഈ ലോകത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ വചനത്തിലും അനേക ദൈവമക്കളും അല്ലാത്തവരും വിതച്ചത് അവര് അതേ ഫലം തന്നെ കൊയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്കൊരു വേദഭാഗം വായിക്കാം. സദൃശവാക്യങ്ങൾ 22-ാം അധ്യായത്തിന്റെ സദൃശവാക്യങ്ങൾ 22-ന്റെ 8-ാം വാക്യത്തിൽ നാം കാണുന്നത്, അവിടെ കാണുന്നത്, നീതികേട് വിതയ്ക്കുന്നവൻ
അവന്റെ കോപത്തിന്റെ വടി ഇല്ലാതെയാകും. ഇവിടെ കാണുന്നത് നീതികേട് വിതയ്ക്കുന്നവൻ. അനേക വിതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു വിതയാണ്, നീതികേട്. നീതികേട് വിതയ്ക്കുന്നവൻ ആപത്ത് കൊയ്യും. അത് പല ഭാഗങ്ങളിലും അങ്ങനെ ദൈവത്തിന്റെ വചനം നീതികേട് വിതച്ചവരെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് അതുപോലെ തന്നെ നമുക്ക് ഉൽപ്പത്തി പുസ്തകം 27 അധ്യായത്തില് 27-ന്റെ 9-ാം വാക്യത്തിൽ ഒന്ന് നോക്കാം. നമുക്ക് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തി ഈ 27-ന്റെ 9 പറയുന്ന വ്യക്തിയാണ്. യാക്കോബിനെ കുറിച്ചാണ്. അവൻ എന്താണ് വിധിച്ചത്, അവൻ എന്ത് കൊയ്തു എന്നുള്ളത് ഒന്ന് ചിന്തിക്കാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. അതിന്റെ 9-ാം വാക്യത്തിൽ, ആട്ടിൻകൂട്ടത്തിൽ ചെന്ന് അവിടെ നിന്ന് 2 നല്ല കോലാട്ടിൻകുട്ടികളെ കൊണ്ടുവരിക, ഞാൻ അവയെ കൊണ്ട് നിന്റെ അപ്പന് ഇഷ്ടം രുചികരമായ ഭോജനം ഉണ്ടാക്കും. ഇവിടെ നാം കാണുന്നത് യാക്കോബ് 2 കോലാട്ടിൻകുട്ടിയെ എടുത്തുകൊണ്ട് വന്ന് വേട്ടയിറച്ചിക്ക് പകരം കോലാട്ടിൻ കുട്ടിയെ തന്നെ അവൻ പാകം ചെയ്യുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അവന്റെ അമ്മയാണ് അതിനെ സഹായിച്ചത്. അമ്മമാരായ നാം ഓർത്തിരിക്കണം, നാം വിതയ്ക്കുന്നതിന്റെ ഫലം നാം തന്നെയല്ല, നമ്മുടെ മക്കളും കൊയ്യും എന്നുള്ളത് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 2 കോലാട്ടിൻകുട്ടിയെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് വളരെ രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി. അതിനുശേഷം നമുക്ക് 15-ാം വാക്കിൽ പറഞ്ഞ, പിന്നെ റിബേക്ക വീട്ടിൽ തന്റെ പക്കലുള്ളതായ മൂത്ത മകൻ ഏശാവിന്റെ വിശേഷ വസ്ത്രം എടുത്ത് ഇളയ മകൻ യാക്കോബിനെ ധരിപ്പിച്ചു. അങ്ങനെ മൂത്ത മകന്റെ വസ്ത്രം, വിശേഷ വസ്ത്രം എല്ലാം ധരിച്ച് ഇളയ മകനായിട്ടുള്ള യാക്കോബ് അപ്പന്റെ അടുത്ത് ചെല്ലുന്നതായിട്ട് നമുക്ക് ഈ സ്റ്റോറി എല്ലാം അറിയാം. അതുകൊണ്ട് ഞാൻ വേഗം പോവുകയാണ്. ഈ അപ്പന്റെ അടുത്ത് ചെന്നിട്ട് അനുഗ്രഹം മേടിക്കുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. അവിടെ 27-ാം വാക്യത്തില് യാക്കോബ് അപ്പനൊരു സംശയം ഉണ്ടായിരുന്നു, ഇത് യാക്കോബ് തന്നെയാണോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ ഇടയ്ക്ക് പറയുന്നുണ്ട്, നിന്റെ ഒച്ച യാക്കോബിന്റെ ഒച്ചയാണ്, എന്നാല് നീ ഏശാവ് തന്നെയാണോ മകനെ? അപ്പോൾ അവൻ പറയുകയാണ്, നിന്റെ ദൈവം ഞാന് ഏശാവ് തന്നെയാണ്. ഇറച്ചി എങ്ങനെ കിട്ടിയതെന്ന് ചോദിക്കുമ്പോൾ 20-ാം വാക്യത്തിൽ പറയും, നിന്റെ ദൈവമായ യഹോവ എന്റെ നേർക്ക് വരുത്തി തന്നു എന്ന് അവൻ പറഞ്ഞു. എത്ര നുണയാണ് അവൻ പറഞ്ഞത്! എത്ര നുണ പറയുന്നതിന് ഒരു ഇതുമില്ല. നിന്റെ ദൈവമായ, അവിടെ ദൈവത്തെ കൂട്ടി നുണ പറയുകയാണ് ഇവിടെ യാക്കോബ് ചെയ്യുന്നത്. വെറും നുണ പറയുകയല്ല, ദൈവത്തെ പോലും പറഞ്ഞ് ആണയിട്ട് നുണ പറയുക എന്ന് നമ്മൾ സാധാരണ ചിലർ ചെയ്യുന്ന ഒരു പദമാണ്. അപ്പോൾ ദൈവത്തെ കൂട്ടി നുണ പറയുന്ന യാക്കോബിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ നുണ പറഞ്ഞു. എന്നാലും യാക്കോബിന് സംശയമായി, ഇത് ഏശാവ് തന്നെയാണോ? ഞാൻ ഏശാവിനെയാണ് അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇത് ഏശാവ് തന്നെയാണോ? അത് കഴിഞ്ഞിട്ട് ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും അവന്റെ സംശയം നിൽക്കുകയാണ്. അവിടെ തന്റെ 26-ാം വാക്യത്തിൽ കാണുന്ന, പിന്നെ അവന്റെ അപ്പനായ ഇസഹാക്ക് അവനോട്, മകനെ നീ അടുത്ത് വന്ന് എന്നെ ചുംബിക്ക എന്ന് പറഞ്ഞു. അവൻ അടുത്ത് വന്നു, അവനെ ചുംബിച്ചു. അവന്റെ വസ്ത്രങ്ങളുടെ വാസന മണത്തു, അവനെ അനുഗ്രഹിച്ചു. ഇവിടെ ഏശാവിന്റെ വസ്ത്രത്തിന്റെ മണം കെട്ടിയപ്പോൾ ഏശാവ് തന്നെയാണെന്ന് വിചാരിച്ച് അവനെ അനുഗ്രഹിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. 27-ന്റെ 1-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഇസാക്ക് വൃത്തനായി അവന്റെ കണ്ണ് കാണുവാൻ വയ്യാതെ വണ്ണം. കണ്ണ് കാണാൻ വയ്യാത്ത എന്ന് വെച്ചാൽ കണ്ണിന് കാഴ്ചയില്ലാത്ത അപ്പനെയാണ് ആ അപ്പനോടാണ് അവൻ നുണ പറഞ്ഞതും ചതിച്ചതും എന്ന് കാണുവാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞിട്ട് ദിവസങ്ങൾ മാറിപ്പോയി, അനേക വർഷങ്ങൾ കഴിഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം യാക്കോബ് മറന്നു കാണും. അങ്ങനെ യാക്കോബ് മറന്നു. അവൻ വിധിച്ചത് എന്താണ്? കളവ് ചതിച്ചു, ചതി വിധിച്ചു. ഇതെല്ലാം അപ്പനെ ഉപദ്രവിച്ചു. ഒരു കാര്യം പറഞ്ഞാൽ അപ്പനെ വിഷമിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അപ്പനെ വ്യഥിപ്പിച്ച ഈ കാര്യങ്ങളെല്ലാം യാക്കോബ് മറന്നു. എന്നാല് പ്രിയ സഹോദരിമാരെ, ദൈവം മറന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് പിന്നെയുള്ള ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 37-ാം വാക്യത്തില് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്ന 37-ന്റെ 31 മുതലുള്ള വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, അവിടെ പിന്നെ അവർ ഒരു കോലാട്ടുകൊറ്റനെ കൊന്നു. അതെ, പണ്ട് യാക്കോബ് തന്നെ ഒരു കോലാട്ടുകൊറ്റനെ കൊന്നു. യാക്കോബും അമ്മയും കൂടെയാണ് ഒരു കോലാട്ടുകൊറ്റനെ കൊന്നത്. വിശേഷപ്പെട്ട കോലാട്ടുകൊറ്റനെ കൊന്നു. ഇവിടെ ആരാണ്? അവിടെ ഒരാൾ കൂടി കൊന്നെങ്കില് ഇവിടെ 10 പേര് കൂടി, യാക്കോബിന്റെ 10 മക്കളും കൂടിയാണ് ഒരു കോലാട്ടുകൊറ്റനെ കൊന്നത്. അന്ന് കൊന്ന കാര്യം യാക്കോബ് മറന്നു. എന്നാൽ വിതയ്ക്കുന്നു, കൊയ്യും. ഏത് വിത്ത് വിതച്ചു അത് തന്നെ കൊയ്യും. ഇവിടെ 10 മക്കളും കൂടി ചേർന്ന് ഒരു കോലാട്ടുകൊറ്റനെ കൊന്നു. യോസേപ്പിന്റെ അങ്കി എടുത്ത് രക്തത്തിൽ മുക്കി. അന്ന് ഏശാവിന്റെ ഡ്രസ്സ് കള്ളത്തരത്തിൽ ഉടുത്ത് എന്ന് അതിന്റെ വാസന എടുത്ത് അവൻ അനുഗ്രഹം മേടിച്ചതാണ്.
ഇന്നിവിടെ ഇതാ യോസേപ്പിന്റെ അങ്കി എടുത്ത് അവര് രക്തത്തിൽ മുക്കി അപ്പന് അയച്ചു കൊടുക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ആ വിതയ്ക്കുന്നത് കൊയ്യും, ഏത് വിത്ത് വിതച്ചുവോ അത് തന്നെ കൊയ്യും എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞിട്ട് അപ്പന് കൊടുത്തയച്ചപ്പോൾ അപ്പൻ അത് തിരിച്ചറിഞ്ഞു. ഇതെന്റെ മകന്റെ 33-ാം വാക്യത്തിൽ കാണുന്നത്, ഇതെന്റെ മകന്റെ അങ്കി തന്നെ, ഒരു ദുഷ്ടമൃഗം അവനെ തിന്നുകളഞ്ഞു, യോസേപ്പിനെ പറിച്ചു കീറിപ്പോയി എന്ന് പറഞ്ഞു. യാക്കോബ് വസ്ത്രം കീറി അരയിൽ 2 ശീല ചുറ്റി ഏറിയ നാൾ തന്റെ മകനെ ചൊല്ലി ദുഃഖിച്ചുകൊണ്ടിരുന്നു. ഏശാവ് ദുഃഖിച്ചതിലധികമായിട്ട് യാക്കോബ് ദുഃഖിച്ചു എന്ന് നമുക്ക് കാണാം. അനുഗ്രഹം കിട്ടി കേട്ടോ, എന്നാൽ ഏശാവ് ദുഃഖിച്ചതിനധികമായിട്ട് യാക്കോബ് ദുഃഖിച്ചു. അനേക നാളുകള് മോൻ മരിക്കുന്നതിന് ഇടയായിട്ട് തീർന്നു എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അത് നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ ആ വസ്ത്രം എടുത്തു, അതുപോലെ തന്നെ ആ കോലാട്ടുകൊറ്റിനെ ഇത് തന്നെത്താനെ അത് രണ്ടും അതുപോലെ തന്നെ നടക്കുന്നതായിട്ട് കാണും. പലപ്പോഴും നാമും പലതൊക്കെ വിധിച്ചു കഴിയുമ്പോൾ നമ്മൾ ആ കാര്യങ്ങളങ്ങ് മറന്നു പോകും. എന്നാല് നാം വിതയ്ക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, എന്നെങ്കിലും നാം കൊയ്യുന്നത് കൊയ്യാതെ ഇരിക്കത്തില്ല എന്നുള്ള ദൈവത്തിന്റെ വചനമാണ് പറയുന്നത്. വഞ്ചനപ്പെടാതിരിപ്പിൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും എന്ന് ദൈവത്തിന്റെ വചനമാണ് പറയുന്നത്. അവിടെ കൊണ്ട് തീർന്നില്ല. ഉൽപ്പത്തി പുസ്തകം 25:25 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഉൽപ്പത്തി പുസ്തകത്തിലെ ജ്യേഷ്ഠാവകാശത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാനത് അങ്ങ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അവിടെ യാക്കോബ് ആക്ച്വലി വിഷമിച്ച് അവൻ വേട്ടയാടി വിഷമിച്ച് വന്നിരിക്കുകയാണ്. നമുക്ക് തന്നെ അറിയാം, ചേട്ടത്തിമാര് പറഞ്ഞ അനിയത്തിമാരെ അനുസരിക്കണം. വീട്ടില് ചേച്ചി എന്തെങ്കിലും പറഞ്ഞാൽ അനിയത്തിമാരെ അനുസരിക്കാതിരിക്കത്തില്ല. അനിയത്തിമാരെ കൊണ്ട് അനുസരിപ്പിച്ച് ആണ് നമ്മുടെ ഭവനങ്ങളിലൊക്കെ നമ്മൾ എടുക്കുന്നത്. അന്നും ഈ ജ്യേഷ്ഠന് വളരെ പ്രാധാന്യമുള്ള ഒരു സൊസൈറ്റിയിലാണ് യഹൂദന്മാരുടെ സൊസൈറ്റി. എന്നാൽ ജ്യേഷ്ഠൻ ക്ഷീണിച്ചു വന്നു, അനിയൻ ഭവനത്തിലിരുന്ന് പായസമൊക്കെ ഉണ്ടാക്കി, അമ്മയും കൂടെ ഉണ്ടാക്കി കൊടുത്തതായിരിക്കും. അപ്പൊ വന്നിരിക്കുമ്പോൾ ആ അമ്മ ഒന്നും പറഞ്ഞില്ല. എന്ത് പറഞ്ഞില്ല? മോനെ, നീ ചേട്ടന് കൊടുക്കാൻ പറഞ്ഞില്ല. പായസം കണ്ടപ്പോൾ ഏശാവ് അങ്ങനെ ചിന്തിക്കാൻ പാടില്ലാത്തതായിരുന്നു. അത് വേറെയാണ്. അത് അവൻ വിതച്ചതാണ്, അത് അവൻ കൊയ്തു. എന്നാൽ യാക്കോബ് പറയുകയാണ് അവിടെ 28-ാം വാക്യത്തില് 29-ാം വാക്യത്തിൽ അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ ആ പായസം എനിക്ക് ഇച്ചിരി തരാൻ പറഞ്ഞപ്പോഴ് നിന്റെ ജ്യേഷ്ഠാവകാശം താട്ടെ എന്നാണ് യാക്കോബ് പറയുന്നത്. ഒന്ന് ഓർത്തു നോക്കിക്കേ, അവൻ ഉപായി തന്നെയാണ്. അപ്പോൾ അവന്റെ ഉപായം കൊണ്ട് അവൻ ജ്യേഷ്ഠാവകാശം മേടിച്ചെടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ പായസം ഇച്ചിരി നന്മ വിതയ്ക്കുവാൻ അവനൊരു മനസ്സുണ്ടായിരുന്നെങ്കിൽ അവന് നന്മ വിതയ്ക്കാമായിരുന്നു. ആ ജ്യേഷ്ഠന് കിട്ടിയ ഒരു അവസരമാണ്. ജ്യേഷ്ഠൻ വിശഞ്ഞു വന്നപ്പോൾ ഒരു അനിയൻ അവന് പായസം കൊടുക്കുക, അല്ലെങ്കിൽ അവന്റെ വിശപ്പടക്കുക എന്നുള്ളത് അനിയന്റെ ചുമതലയാണ്, അമ്മയുടെ ചുമതലയാണ്. എന്നാൽ അതല്ല അവൻ ചെയ്യുന്നത്. നിന്റെ ജ്യേഷ്ഠാവകാശം എനിക്ക് താട്ട്, എന്നാല് ഞാന് നിനക്ക് പായസം തരാം. ഏശാവ് ചെയ്ത തെറ്റാണ്. അവൻ ആ പായസം കുടിച്ച് അവൻ ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാല് അതിനും യാക്കോബ് കൊയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 29-ാം അധ്യായത്തിന്റെ 25-23 മുതലുള്ള വാക്യത്തിൽ നാം കാണുന്നത് അത് തന്നെയാണ്. അവിടെ കാണുന്നത്, എന്നാൽ രാത്രിയിൽ അവൻ തന്റെ മകൾ ലേയെ കൂട്ടി അവന്റെ അടുക്കൽ കൊണ്ടുപോയി. അവൻ അവളുടെ അടുക്കൽ ചെന്നു. ലാബാൻ തന്റെ മകൾ ലേയ്ക്ക് തന്റെ ദാസി സിൽപ്പയെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവൻ ചോദിക്കുന്നുണ്ട്, റാഹേലിന് വേണ്ടി അല്ലയോ? 25 മുതലുള്ള വാക്യങ്ങൾ കാണുന്നുണ്ട്. റാഹേലിന് വേണ്ടി അല്ലയോ ഞാൻ നിന്നെ സേവിച്ചത്? നീ എന്തിനെന്നെ ചതിച്ചു എന്ന് പറഞ്ഞു. അതിന് ലാബാൻ, മൂത്തവൾക്ക് മുമ്പ് ഇളയവളെ കൊടുക്കാൻ ഞങ്ങളുടെ ഇടയിൽ ദിക്കൽ നടപ്പില്ല. ഇവളുടെ ആഴ്ചവട്ടം നിവർത്തിക്ക, എന്നാൽ നീ ഇനിയും 7 സംവത്സരം എന്റെ അടുക്കൽ ചെയ്യുമെന്ന് പറയുന്നു. ഇവിടെ നമുക്കൊരു കാര്യം കാണുവാനായിട്ട് സാധിക്കും. അവൻ ചതിച്ചു, അവൻ മറന്നുപോയി. എന്നാൽ പ്രിയ സഹോദരിമാരെ, ഇവിടെ അനിയത്തിക്ക് പകരം ചേട്ടത്തിയെ കൊടുക്കുന്ന ഒരു സംഭവം നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. അവൻ ചതിച്ചു. അവൻ ഏശാവിനെ ചതിച്ചു, ജ്യേഷ്ഠനെ ചതിച്ചു. ഇവിടെ ലാബാൻ ജ്യേഷ്ഠത്തിയെ കൊണ്ട് യാക്കോബിനെ ചതിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എത്രയോ ദുഃഖകരമായ 7 വർഷക്കാലം വളരെ പ്രേമിച്ച പെണ്ണിനെ കല്യാണം കഴിക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴുണ്ടേ ആ ചേട്ടത്തിക്ക് പകരം അനിയത്തി. എന്നാല്
അത് റാഹേലിന്റെയും കൂടെ കാരണം കൊണ്ടാണ്. റാഹേലിന്റെ ജീവിതത്തെ കുറിച്ച് ഒന്ന് ഓർത്തു നോക്കിയാൽ അവൾ ഒത്തിരി സെൽഫിഷ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവൾക്കൊരു കരുണയോ ഒരു സഹതാപമോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാല് ലേയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവൾ കുറച്ച് സ്റ്റെബേൺ ഒക്കെ ആണെങ്കിലും അവളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അവൾ വിതയ്ക്കുന്നത് പലപ്പോഴും നല്ലതായിരുന്നു. ഹൃദയത്തില് അവളുടെ വിത നല്ലതായിരുന്നു. അതുകൊണ്ട് ദൈവം അവളെ ഓർത്തു എന്ന് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഇവിടെ കാണുന്നത് യാക്കോബ് ചതിച്ചു. ആ ചതിയുടെ അതേ പാത്രത്തിൽ തന്നെ യാക്കോബിന് കിട്ടി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രിയ സഹോദരിമാരെ, നാം നമ്മുടെ ജീവിതത്തിൽ നാം എന്താണ് വിതയ്ക്കുന്നതെന്ന് ഓരോ ദിവസവും നമുക്ക് 24 മണിക്കൂറുണ്ട് വിതയ്ക്കുവാനായിട്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ നമ്മൾ വിതയ്ക്കുന്നത് എന്താണ് എന്ന് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഓർക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ യാക്കോബിനെ കുറിച്ച് നമ്മൾ ഇത്ര കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നാൽ യാക്കോബിന്റെ ജീവിതത്തിൽ അനേകം നന്മകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതിനു മുമ്പായിട്ട് ഒരു വാക്യം വായിക്കാം. ഹോശേയ 10:12 മുതൽ ഉള്ള വാക്യങ്ങളാണ്. നമ്മൾ ആ വാക്യം നേരത്തെ വായിച്ചതാണ്. അവിടെ നാം കാണുന്നത് അവർ ഹോശേയ 10:12 മുതൽ 13 വരെയുള്ള വാക്യത്തിൽ നാം കാണുന്നത്, നീതിയിൽ വിതപ്പീൻ, ദയയ്ക്ക് ഒത്തവണ്ണം കൊയ്യുവീൻ, നിങ്ങളുടെ തരിശുനിലം ഉഴുവീൻ, യഹോവ നിങ്ങളുടെ മേൽ നീതി വർഷിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാനുള്ള കാലം ആകുന്നുവല്ലോ. നീതിയിൽ വിതപ്പീൻ. നീതിയിൽ വിതപ്പാനാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അങ്ങനെ 12-ന്റെ 2-ാം വാക്യത്തിൽ നമുക്ക് അത് തന്നെ കാണുവാനായിട്ട് കാണും. യഹോവയ്ക്ക് യഹൂദിയോടൊരു വ്യവഹാരമുണ്ട്. അവൻ അവന്റെ നടപ്പിന് തക്കവണ്ണം സന്ദർശിക്കും. അവന്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം അവന് പകരം കൊടുക്കും. വിതയ്ക്കുന്നതിന് തക്കവണ്ണം പകരം കൊടുക്കുന്ന ഒരു ദൈവമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യാക്കോബിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് പിന്നെയും ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് തന്നെ വരുമ്പോൾ 32-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, 32-ാം വാക്യം നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായുള്ള ഒരു വാക്യമാണ്. അവിടെ യാക്കോബ് ഭാര്യമാരെയും മക്കളെ എല്ലാം പുറത്ത് അക്കരെ വിട്ടിട്ട് യാക്കോബ് തനിയായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ. പ്രിയ സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒത്തിരി ബിസിയാണ്. നമ്മുടെ ജീവിതത്തിൽ തനിയെ ദൈവവുമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ടോ? ഇവിടെ തനിയെ ദൈവവുമായിട്ടുള്ള ഒരു കാഴ്ചയായിട്ട് ഇവിടെ ഒരു മല്ലുപിടുത്തമായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. യാക്കോബ് തനിയെ ദൈവവുമായിട്ട് ഒന്ന് സംസർഗത്തിലേക്ക് വരികയാണ്. അവന്റെ തനിയെയുള്ള ഇതില് അവൻ ആരാണെന്നുള്ളത് ശരിയായിട്ട്, അവൻ ഉപായ തന്നെയാണെന്നുള്ളത് ശരിയായിട്ടും അവന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. നമ്മുടെ ജീവിതത്തിലും കർത്താവുമായിട്ടുള്ള ഒരു തനിയെയുള്ള ഒരു ബന്ധം നമുക്ക് ഡെയിലി ആവശ്യമാണ്. അധികം സമയം നമുക്ക് കിട്ടുകയില്ലായിരിക്കും. എന്നാൽ ദൈവത്തിന്റെ മുമ്പാകെ നമ്മളെ രക്ഷിച്ച, നമുക്ക് വേണ്ടി സ്വർഗത്തിലെ സകല മഹത്വവും വെടിഞ്ഞ് ഈ ലോകത്തിലേക്ക് വന്ന് നമ്മൾക്ക് വേണ്ടി ചങ്കിലെ രക്തം നമുക്ക് വേണ്ടി അർപ്പിച്ച ആ കർത്താവിന്റെ മുന്നില് നമ്മളെ രക്ഷിച്ച്, നമ്മളെ സ്നേഹിച്ച്, നമ്മളെ എന്നും കരുതുന്ന ആ കർത്താവിന്റെ മുമ്പിൽ സ്വല്പ സമയം നമുക്ക് ആ കർത്താവിന്റെ പാദത്തിൽ ഇരുന്ന് ആ മറിയെ പോലെ തന്നെ ആ കർത്താവുമായിട്ടുള്ള ബന്ധത്തില് ആ തനിയുള്ള ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുണ്ട്. വേദപുസ്തകം വായിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാനായിട്ട് നാം ഒരു സമയം, തനിയൊരു സമയം കണ്ടെത്തണം എന്നുള്ളത് നമ്മളെ, എസ്പെഷ്യലി സഹോദരിമാരായ നമ്മളോട് നമുക്ക് വേണ്ടിയതാണ്. നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അനേക പ്രശ്നങ്ങള്, കണ്ണുനീരിന്റെ മധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എത്ര ഇല്ല എന്ന് പറഞ്ഞാലും സ്ത്രീയാണോ അവർ മണ്ണോട് ചേരുന്നതുവരെ ഈ ലോകത്തിൽ അവളുടെ കണ്ണുനീര് ഒഴുകിക്കൊണ്ടിരിക്കും. ഇന്നല്ല ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അവളുടെ കണ്ണുനീര് ഒഴുകുന്നവളാണ് അവള്. എന്നാല് ആ കണ്ണുനീർ ഒഴുകാതിരിക്കുവാൻ വേണ്ടി ഒരിടത്ത് നമുക്ക് അഭയമുണ്ട്, നമ്മുടെ കർത്താവിന്റെ പാദത്തില്. ആ പാദത്തിൽ ചെന്ന് നമ്മൾ ആ കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്നാല് നമ്മളുടെ ആശ്വാസം, നമ്മുടെ സന്തോഷം അത് ഒരിക്കലും വേറൊരിടത്തു നിന്ന് നമുക്ക് കിട്ടുവാനുള്ളതല്ല. ഈ യാക്കോബിന്റെ ജീവിതത്തിൽ അത് തന്നെയാണ് പറയുന്നത്. അവർ തമ്മിൽ ദൈവവുമായിട്ടുള്ള മല്ലുപിടുത്തം അവിടെ നടക്കുകയാണ്. അവിടെ പറയുകയാണ്, അതിന്റെ 26-ാം വാക്യത്തിൽ പറയുകയാണ്, 32-ന്റെ, എന്നെ വിടുക, ഉഷസ് ഉദിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. അല്ല, ചില അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കിട്ടണമെങ്കിൽ നാം അനേക വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. എന്നാൽ നമ്മൾ അതിന് വിട്ടുകളയുകയല്ല വേണ്ടത്. നമുക്ക് ആ അനുഗ്രഹം കിട്ടണമെങ്കിൽ നമ്മൾ ഈ കർത്താവിനോട്, കർത്താവെ ഞാൻ നിന്നെ വിടത്തില്ല, ഈ അനുഗ്രഹം എനിക്ക് തന്നേ മതിയുള്ളൂ, എന്റെ പ്രിയപ്പെട്ടവരെ നിന്നെ അറിഞ്ഞേ മതിയാകുള്ളൂ എന്നുള്ളത് ആ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് ഒന്ന് ഫൈറ്റ് ചെയ്യാനായിട്ട് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. എന്നെ വിടുക എന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ ഇന്ന് യാക്കോബ് ചതിയനല്ല കേട്ടോ. അവന്റേതായിട്ടുള്ളത് മാറി, അത് കഴിഞ്ഞിട്ട് അവനൊരു പേരും കിട്ടി എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു.
ചതിയനായ, വഞ്ചകനായ, കള്ളനായ യാക്കോബ് അവിടെ മാറിയിട്ട് അവിടെ 28-ാം വാക്യത്തിൽ നീ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചുകൊണ്ട് നിന്റെ പേർ ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്ന് അവൻ പറഞ്ഞു. അതെ, യാക്കോബ് ഇസ്രായേലായിട്ട് തീരണമെങ്കിൽ തനിയെ ദൈവമായിട്ടുള്ള ബന്ധം വേണമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. തനിയെ ആ ബന്ധമില്ലെങ്കിൽ യാക്കോബിന് ഒരിക്കലും ഏശാവായിട്ട് മാറുവാനായിട്ട് സാധിക്കില്ല. അത് കഴിഞ്ഞിട്ട് ഈ തനിയെ യാക്കോബ് ഉപായിയായ, കള്ളനായ, ചതിയനായ യാക്കോബ് ഇസ്രായേലായി തീർന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ നമ്മൾ വായിച്ചാല് പിന്നെ നമുക്ക് അവനെ കാണുന്നത് 35-ന്റെ 1-ാം വാക്യത്തിൽ നാം കാണുന്നത് കർത്താവ് അവൻ ദൈവം യാക്കോബിനോട്, പിന്നെ ദൈവത്തിന്റെ സംസാരം യാക്കോബിനോട് ഒത്തിരി പ്രാവശ്യം ഈ ചതിയനായ യാക്കോബ് മാറിക്കഴിഞ്ഞിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ കർത്താവ് അവനോട് പല പ്രാവശ്യം സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിനുശേഷം 35-ന്റെ 1 മുതലുള്ള വാക്യങ്ങള്, അത് 7 വരെയുള്ള വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ യാക്കോബ് തന്നെത്താൻ അശുദ്ധിയെല്ലാം 3 മുതലുള്ള വാക്യത്തിൽ നാം പുറപ്പെട്ട് ബേഥേലിലേക്ക് പോവുക, എന്റെ കഷ്ടകാലത്ത് എന്റെ പ്രാർത്ഥന കേൾക്കുകയും ഞാൻ പോയ വഴിയിൽ എന്നോട് കൂടിയിരിക്കുകയും ചെയ്ത ദൈവത്തിന് ഞാൻ അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അവർ തങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെ ഒക്കെയും കാതുകളിലെ കുണുക്കുകളെ യാക്കോബിന്റെ പക്കൽ കൊടുത്തു. യാക്കോബ് അവയെ ശേഖേമിനരികെ കുഴിച്ചിട്ടു. അശുദ്ധിയെല്ലാം കുഴിച്ചിടുന്ന ഒരു യാക്കോബിനെ കാണാം. യാക്കോബ് ഇസ്രായേലിനാണ്, ദൈവത്തിന്റെ മകനാണ്. എന്നാൽ അവന്റെ ജീവിതത്തിൽ ഒരു സമർപ്പണം അവിടെ ഉണ്ടായതായിട്ട് കാണുന്നു. അശുദ്ധിയെല്ലാം അവൻ മാറ്റിക്കളഞ്ഞു. അവന്റെ ജീവിതത്തില് യാക്കോബ് ഉപായിയായ യാക്കോബ് ഇസ്രായേൽ ആയപ്പോൾ ഇനി അവന്റെ കൂടെ അശുദ്ധി ഒന്നും കൊണ്ടു നടക്കാനായിട്ട് സാധിക്കത്തില്ല. അവിടെ അവർ ഏൽബെഥേൽ എന്ന സ്ഥലത്തിന് വിളിച്ചു. അവിടെ ഒരു യാഗപീഠവും പണിതു. ദൈവമായിട്ടുള്ള ബന്ധം രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. എന്നാൽ അവന്റെ ജീവിതത്തില് ദൈവവുമായിട്ടുള്ള ബന്ധത്തില് അവൻ പോകുവാനായിട്ട് സാധിച്ചു. പ്രിയ സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ ഈ മുറിവ് പറ്റിയിരിക്കുന്ന അനേക പാപങ്ങളുണ്ട്. നാം അത് അറിയുന്നില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നമ്മളിൽ പറ്റിയിരിക്കുന്നു എന്നുള്ളത് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് വായിക്കുന്നുണ്ട്. അത് ദേഷ്യമായിരിക്കാം. ഞാൻ എന്നെ കുറിച്ച് ഓർക്കുമ്പോൾ പിറുപിറുപ്പ് എന്ന് ഓർക്കും. എന്റെ ജീവിതത്തിൽ എപ്പോഴും നാളുകൾ കഴിയും തോറും പിറുപിറുപ്പ് കുറഞ്ഞിരിക്കുകയാണ്. എന്നാൽ നമുക്ക് ഓരോരുത്തരുടെ ജീവിതത്തിലും അറിയാം നമുക്ക് മുറിവ് പറ്റിയിരിക്കുന്ന പാപം. ചിലരുടെ ജീവിതത്തിൽ പിറുപിറുപ്പായിരിക്കാം. എന്നാൽ ഒരു കാര്യം, നമ്മൾ പിറുപിറുപ്പിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ഒരു കാര്യം ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, എല്ലാ പിറുപിറുപ്പും ദൈവത്തോടാണെന്നാണ്. നാം പിറുപിറുക്കുന്ന ചിലപ്പോൾ അമ്മായിയമ്മയോടായിരിക്കാം, അമ്മായിപ്പനോടായിരിക്കാം, അല്ല മരുമകളോടായിരിക്കും, മക്കളോടായിരിക്കാം, മകനോടായിരിക്കാം, ഭർത്താവിനോടായിരിക്കാം. എന്നാൽ കർത്താവ് പറയുന്നത് എന്താണെന്ന് അറിയാമോ? പുറപ്പാട് പുസ്തകത്തില് എല്ലാ പിറുപിറുപ്പും ദൈവത്തോടാണ്. നാം രാവിലെ മുതല് നാം മനസ്സ് നൊന്ത് പിറുപിറുക്കുന്നവരാണെങ്കിൽ നാം രാവിലെ മുതൽ ദൈവത്തോട് എത്ര പിറുപിറുക്കുന്നവരാണ്. ദൈവം നമുക്ക് എന്താ തരാത്തത്? എന്നാൽ ദൈവത്തോട് നാം പിറുപിറുക്കുന്നവരാണ്. പിറുപിറുപ്പ്, അതുപോലെ തന്നെ കോപം, ക്രോധം, കയ്പ്, ദൂഷണം, ഭാഷണം, ദുർഭാഷണം, മറ്റുള്ളവരെ കുറിച്ചുള്ള കുറ്റം പറച്ചില്, ഈർഷ്യ, ചതി, അസൂയ, വ്യഭിചാരം, ഇങ്ങനെ അനേക വിഗ്രഹാരാധന, സംശയം, വിശ്വാസമില്ലായ്മ, അനേക മുറിയെ പറ്റുന്ന പാപങ്ങള് ഈ ഓരോരുത്തരുടെ ആരുടെയൊക്കെ ജീവിതത്തിൽ എന്താണെന്നുള്ളത് അവരവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. എന്നാൽ അശുദ്ധി മാറ്റിക്കളഞ്ഞെങ്കിലേ ദൈവപ്രസാദം ലഭിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. എന്നാൽ യാഗം ശരിയായിട്ട് അർപ്പിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. യാക്കോബിന്റെ ജീവിതത്തിൽ നിന്ന് അതാണ് നമ്മൾ പഠിക്കുന്നത്. അവൻ അശുദ്ധിയെല്ലാം മാറ്റിക്കളഞ്ഞു. യാക്കോബ് ഒരു ഇസ്രായേലായി. അവന്റെ ജീവിതത്തിൽ ഒരു സമർപ്പണം ഉണ്ടായി. അതിനുശേഷം അവൻ വ്യത്യസ്തമുള്ളവനായിട്ട് കാണുമെന്ന് നമുക്ക് സദൃശവാക്യങ്ങൾ ഒരു വേദഭാഗം വായിക്കാം. സദൃശവാക്യങ്ങൾ നമ്മൾ വിചാരിക്കും നമുക്ക് ആത്മീയമായിട്ടുള്ള നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. നമുക്ക് ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിനെ ബാധിക്കത്തില്ല എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ ഓരോ പാപങ്ങൾ 1 കൊരിന്ത്യർ 6:18-19 ഒരു പാപം ഉണ്ടായാലുള്ള ദോഷത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സദൃശവാക്യങ്ങൾ 14:30 വാക്യത്തില് ഒരു പാപത്തെ കുറിച്ചുള്ള പറയുന്നുണ്ട്. അവിടെ പറയുന്നത് 14:30 വാക്യത്തില്, ശാന്ത മനസ്സ് ദേഹത്തിന് ജീവൻ, അസൂയോ അസ്ഥികൾക്ക് ദ്രവിത്വം. ഞാനിത് ഓർക്കും, ചില സന്ദർഭങ്ങൾ ഓർക്കാറുണ്ട്. ദേഹത്തിൽ വേദനയൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ അസ്ഥികൾക്കൊക്കെ ദ്രവിത്വം, അല്ലെങ്കിൽ എൻ്റെ അസ്ഥിയും പലതും ദ്രവിച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഓർക്കും, ചിലപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, അസൂയപ്പെട്ടത് കൊണ്ടാണോ എൻ്റെ ജീവിതത്തിന്
എന്റെ അസ്ഥികൾക്ക്, ഇത് ദൈവത്തിന്റെ വചനമാണ് കേട്ടോ, എന്റെ വചനമല്ല. ഇവിടെ 14:30 വാക്യത്തിൽ ഇങ്ങനെ ഒത്തിരി വാക്യങ്ങളുണ്ട് നമ്മുടെ ഓരോ പാപങ്ങളെ കുറിച്ചുള്ളതിന്. 1 കൊരിന്ത്യർ 6:18-19 വാക്യത്തിലുണ്ട് നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്ന ഒരു പാപത്തെ കുറിച്ച്. അനേക വാക്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ബൈബിളിൽ കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ അസൂയ ഉണ്ടെങ്കിൽ അസ്ഥികൾക്ക് ദ്രവത്വമുണ്ട്. നാം പെട്ടെന്ന് പറയും, അയ്യോ എനിക്ക് അസൂയൊന്നുമില്ല, എനിക്ക് ഒരു അസൂയയില്ല, എനിക്ക് ആരോടും അസൂയയില്ല. എന്റെ മക്കള് മറ്റുള്ളവരെക്കാള് നല്ല മാർക്ക് മേടിച്ചാൽ എനിക്ക് ഒരു അസൂയയില്ല. എനിക്ക് മറ്റുള്ളവർക്ക് നല്ല വീടുണ്ടായാൽ എനിക്ക് ഒരു അസൂയയില്ല. അവർക്ക് നല്ല ജോലി കിട്ടിയാൽ എനിക്ക് ഒരു അസൂയയില്ല. എന്നാൽ ആത്മീയമായിട്ടുള്ള അസൂയകളുണ്ട് കേട്ടോ. ഒരാള് നല്ല പാട്ട് പാടിയാല് എന്തുണ്ട്, ഇന്ന് കൊച്ചു നന്നായിട്ട് പാടി, കഴിഞ്ഞ ആഴ്ച നന്നായിട്ട് പാടി, ഞാൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് പാടാൻ അറിയത്തില്ല. അപ്പൊ മറ്റുള്ളവർ പാട് കഴിയുമ്പോൾ എപ്പോഴും എന്റെ മനസ്സിലേക്ക് വരും, അയ്യോ എനിക്ക് പാടുവാൻ അറിയത്തില്ലല്ലോ എന്ന് എപ്പോഴും എന്റെ മനസ്സിലേക്ക് വരും. അത് അസൂയായിട്ട് ഞാൻ തീർക്കാറില്ല, പണ്ട് തീർത്തിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ഇന്ന് എന്റെ അസ്ഥികൾക്ക് ദ്രവത്വം എന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. ചില കാര്യങ്ങൾ ഇന്നും കഴിഞ്ഞ ആഴ്ച ഞാൻ പറയാൻ മറന്നുപോയി. കൊച്ചുങ്ങള് നന്നായിട്ട് പാട്ട് പാടി, ഞാൻ ഐ റിയലി അപ്രീഷിയേറ്റ്. ഇന്നും മോൾക്ക് ദൈവം നന്നായിട്ട് നല്ല വോയിസിൽ പാടാനായിട്ട് സാധിച്ചു. നമ്മൾ ഓരോ ശുശ്രൂഷ ചെയ്യുമ്പോൾ, പാട്ട് പാടുമ്പോൾ, അതുപോലെ ലിസയ്ക്ക് നന്നായിട്ട് ലീഡ് ചെയ്യാൻ സാധിച്ചു, പ്രാർത്ഥിക്കാൻ സാധിച്ചു. ഇതൊക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മളിലേക്ക് തന്നെ ഓർക്കും, അയ്യോ എന്നെ കൊണ്ട് സാധിക്കത്തില്ലല്ലോ, എനിക്ക് സാധിക്കത്തില്ല എന്ന് ഓർക്കും. അത്രയും കൊണ്ട് നിന്നാൽ കുഴപ്പമില്ല കേട്ടോ. എന്നാൽ അതിന് പകരമായിട്ട് അസൂയ, കയ്യിന്റെ അസൂയ ഹാബേലിനോട് നമ്മൾ കണ്ടതാണ്. ഹാബേലിലേക്ക് അസൂയായിട്ട് മാറിയപ്പോൾ അത് വേറെയായിട്ട് മാറും. അത് നമ്മളുടെ ആ അസൂയ വന്നു കഴിയുമ്പോൾ നമ്മൾ വേറൊരാളെ വിളിച്ചിട്ട് പറയും, ഓ എന്തെങ്കിലും ഒരു കുറ്റം കണ്ടിട്ട് വിളിച്ചിട്ട് ഒരു തെറ്റ് അവരെ കുറിച്ച് പറയുവാനായിട്ട് ഇടയായിട്ട് തീരും. പ്രിയ സഹോദരിമാരെ, അസൂയ അസ്ഥികൾക്ക് ദ്രവത്വമാണ്. എനിക്ക് തോന്നുന്നില്ല വേദനയില്ലാത്ത സഹോദരിമാരുണ്ടോ. എന്റെ ആണെങ്കിൽ പല സ്ഥലങ്ങളിലും എനിക്ക് വേദനയാണ്, കാരണം അസ്ഥികൾക്ക് ദ്രവത്വമുണ്ട്. ചിലപ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, അസൂയ അല്ലെങ്കിൽ പല പാപങ്ങൾ എന്റെ ജീവിതത്തിൽ വന്നതുകൊണ്ടാണോ ഈ രോഗം എന്റെ ജീവിതത്തിൽ ഉണ്ടായേക്കുന്നത് എന്നുള്ളത് ഞാൻ ചിന്തിക്കാറുണ്ട്. ദൈവത്തിന്റെ വചനമാണ് പറയുന്നത്, നാം വിതയ്ക്കുന്നത് കൊയ്യും. അത് ലൗകികമായിട്ട് കൊയ്യും, ആത്മീയമായിട്ട് കൊയ്യും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യാക്കോബ് അശുദ്ധിയെല്ലാം നീക്കിക്കളഞ്ഞു, അവൻ ദൈവത്തെ ഇപ്പോൾ ആരാധിക്കുന്ന വ്യക്തിയായിട്ട് തീർന്നു. ഫലവും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകത്തില് നമുക്ക് ദൈവം അവനെ വീണ്ടും വീണ്ടും പ്രത്യക്ഷനായിട്ട് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് ദൈവവുമായിട്ടുള്ള ആ സഹിത്വം, ആ ബന്ധം, ദൈവവുമായിട്ടുള്ള ബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മുറുകെ പറ്റുന്ന സകല പാപങ്ങളും നീക്കിക്കളഞ്ഞെങ്കിൽ മാത്രമേ ആ യോഹന്നാനെ പോലെ ആ മാറോട് ചേർന്നിരുന്നുകൊണ്ട് കർത്താവിന്റെ ആ മാറിന്റെ ആ സ്നേഹം അനുഭവിക്കണമെങ്കിൽ, ആ മാറിന്റെ ആ ദൈവത്തിലുള്ള സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ, ആ ദൈവത്തിന്റെ മഹത്വം നമ്മളൊന്ന് രുചിക്കണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിലുള്ള അശുദ്ധി എല്ലാം മാറ്റിക്കളഞ്ഞെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യോഹന്നാൻ 14:20 വാക്യത്തില് നമുക്ക് യോഹന്നാൻ 14:20 വാക്യത്തിൽ നാം കണ്ടു, ഞാൻ എന്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്നറിയും. ദൈവത്തെ സ്നേഹിച്ചു കഴിഞ്ഞാല്, അശുദ്ധി മാറ്റിക്കളഞ്ഞാല്, പിതാവായ ദൈവം പിതാവും പുത്രനും എന്നിൽ വസിക്കുന്ന അനുഭവം, അതെത്രയോ സന്തോഷകരമായ ഒരു അവസ്ഥയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ആദ്യ സ്നേഹത്തിലേക്ക് തിരിച്ചു വരുവാനുള്ള നമുക്ക് രക്ഷിക്കപ്പെട്ട നാളിലുള്ള ആ സ്നേഹം അല്ലെങ്കിൽ ആ സന്തോഷം നമുക്ക് കിട്ടുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിലുള്ള അശുദ്ധിയെല്ലാം നീക്കിക്കളഞ്ഞാല് അത് വെളിപ്പാട് 2:4 കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലുണ്ട് ഈ സാഹിത്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 15:4 മുതലുള്ള 7 വരെയുള്ള വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിൽ വസിക്കും. അതെ, കർത്താവ് നമ്മളിൽ വസിക്കുന്ന അനുഭവം, കർത്താവുമായിട്ടുള്ള അത്ര ബന്ധം നമുക്ക് ചെയ്യാനാ, ആ മാറോട് ചാരുവാനുള്ള ഈ ലോകത്തിൽ യോഹന്നാൻ മാത്രമല്ല നമ്മുടെ ജീവിതത്തിലും ആ സ്നേഹം അനുഭവിപ്പാനായിട്ട് ക്രിസ്തു എന്നിൽ, ഞാൻ ക്രിസ്തുവിൽ, ഞാൻ എന്നിൽ വസിക്കുന്ന കർത്താവ് ആയിട്ട് തീരുവാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളത് ദൈവത്തിന്റെ വചനം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവിടെ സങ്കീർത്തനം 51:12 വാക്യത്തിൽ നാം കാണുന്നത്, യാക്കോബ് പറയുകയാണ്, അവന്റെ ജീവിതത്തിൽ പാപം വന്നു, അപ്പോൾ അവൻ പറയുന്നതാണ്, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. പ്രിയ സഹോദരിമാരെ, ഇന്ന് നമ്മുടെ ജീവിതത്തില് രക്ഷയുടെ സന്തോഷം, നാം രക്ഷിക്കപ്പെട്ട നാളിന്റെ സന്തോഷം നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അത് നമുക്ക് എത്ര സന്തോഷമായിരുന്നു, നമ്മൾ എത്ര പേരോടാണ് തുള്ളിച്ചാടി. ഞാൻ ഇപ്പോഴും ഓർക്കും, ഞാൻ
കൺവെൻഷനില് MP ജോൺ സാറിന്റെ പ്രസംഗം കേട്ടാണ് രക്ഷിക്കപ്പെട്ടത് പുനലൂരിലുള്ള. ആ അന്ന് കഴിഞ്ഞിട്ട് ഞാൻ അന്ന് എത്ര പേരോടാണ് ഓടി നടന്ന് പറഞ്ഞത്. എന്റെ ചേച്ചിമാരോട് പറഞ്ഞു, മറ്റുള്ളവർ അടുത്തുള്ളവരോട്, എന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു, ഞാൻ ഇന്ന് രക്ഷിക്കപ്പെട്ടു, ഞാൻ ദൈവത്തിന്റെ മകളായിട്ട് തീർന്നു. ആ സന്തോഷം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ, ആദ്യ സന്തോഷത്തിലേക്ക് നമുക്ക് വരണമെങ്കിൽ ഒരേ ഒരു വഴിയുള്ളൂ. നമ്മുടെ ജീവിതത്തിലുള്ള അശുദ്ധികളെ മാറ്റിക്കളഞ്ഞ്, നമ്മുടെ മുറുകെ പറ്റുന്ന പാപത്തെ മാറ്റിക്കളഞ്ഞ്, യാക്കോബ് ചെയ്തതുപോലെ അതിനെ കുഴിച്ചിട്ടതിന് ശേഷം മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് യാക്കോബ് ഇസ്രായേലാണ്. അവന്റെ ജീവിതത്തില് ദൈവവുമായിട്ടുള്ള ആ സഹിത്വം അവന്റെ ജീവിതത്തിൽ കിട്ടുവാനായിട്ട് സാധിച്ചു. മാത്രമല്ല നമുക്ക് അതിന്റെ ആ അധ്യായത്തിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, യാക്കോബിന്റെ മക്കളെയും കൊച്ചുമക്കളെയും ദൈവം അനുഗ്രഹിക്കുന്നു. രണ്ടാമതായിട്ട് അവന് ലഭിച്ചത്, യാക്കോബ് ഇസ്രായേലായി മായിക്കളഞ്ഞപ്പോൾ ദൈവമായിട്ടുള്ള സഹിത്വം, ആ ക്രിസ്തുവിൽ വസിക്കുന്ന അനുഭവം, ആ സ്നേഹത്തിന്റെ അനുഭവം, പിതാവും പുത്രനും വസിക്കുന്ന അനുഭവം അവന് കിട്ടി. മാത്രമല്ല അവന്റെ മക്കളെയും ദൈവം അനുഗ്രഹിക്കുന്നതായിട്ട് കാണും. മൂന്നാമതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും, യാക്കോബ് 12 മക്കളെയും അനുഗ്രഹിക്കുന്നുണ്ട്. പണ്ട് യാക്കോബിന്റെ സ്വഭാവം വെച്ച് നോക്കിയാൽ അവൻ അനുഗ്രഹിക്കുന്നവനല്ല, എന്നാൽ അവൻ ഇന്ന് അനുഗ്രഹിക്കാനായിട്ട് തീർന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 47:8 വാക്യത്തില് ഇന്ന് യാക്കോബ് ഫറവോനെ അനുഗ്രഹിക്കുന്നു. ഓർത്ത് നോക്കിക്കേ, യാക്കോബ് ആരായിരുന്നു? എന്നാൽ ഇസ്രായേൽ ഇന്ന് ഫറവോനെ അനുഗ്രഹിക്കുകയാണ്. കാരണം അവന്റെ കണ്ണുനീരെല്ലാം മാറിപ്പോയി. അവൻ വിതച്ചതിന്റെ ഇന്ന് അവൻ നന്മ കൊയ്യുകയാണ്. അവന്റെ മകൻ ഇന്ന് മിസ്രൈമിന്റെ 2ാമത്തെ പൊസിഷനില് ഫറവോന്റെ താഴെയായിട്ട് ഇരിക്കുകയാണ്. ആത്മീയമായിട്ട് മാത്രമല്ല അവൻ അനുഗ്രഹിക്കപ്പെട്ടത്, അവൻ ലൗകികമായിട്ടും അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. കാരണം അവൻ വിതച്ചത്, ആദ്യം അവൻ ചതി വിതച്ചെങ്കില് ഇന്ന് അവൻ ദൈവമായിട്ടുള്ള സഹിത്വം, ദൈവമായിട്ടുള്ള ബന്ധം, അത് അവൻ വിതച്ചുകൊണ്ടിരുന്നപ്പോൾ അവന്റെ ജീവിതത്തിന്റെ വ്യത്യാസം വന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയ സഹോദരിമാരെ, നാം വിതയ്ക്കുന്നത് കൊയ്യുമെന്നറിഞ്ഞ് നന്മ മാത്രം വിതയ്ക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ ദിനം പ്രതിയുള്ള ജീവിതത്തില് നമുക്ക് നന്മ വിതയ്ക്കുവാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. വിതയ്ക്കുന്നതിലും അധികം നാം കൊയ്യും. നാം ആ വാക്യം നമ്മൾ കണ്ടതാണ്. ഹോശിയ 8:7 വാക്യത്തിൽ നമ്മൾ കണ്ടതാണ്, വിതയ്ക്കുന്നതിലും അധികം നാം കൊയ്യും എന്നുള്ളത്. കാറ്റ് വിതച്ചാൽ പെരുങ്കാറ്റ് കൊയ്യും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് പത്രോസിന്റെ ജീവിതത്തെ കുറിച്ച് ഒന്ന് ചിന്തിക്കാം. പത്രോസ് എന്ത് ചെയ്തു? പത്രോസ് കർത്താവിനെയൊക്കെ തള്ളി പറഞ്ഞു. ശരിയാണ്, അവന്റെ ജീവിതത്തിൽ ഒരു തെറ്റൊക്കെ പറ്റി. എന്നാൽ അടുത്തതായിട്ട് നമുക്ക് പത്രോസിനെ കാണുന്നത്, അവൻ പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ പിന്നെ നമുക്ക് പത്രോസിനെ കണ്ട് അവൻ ഭയന്നിട്ടാണ് ഈ തള്ളിപ്പറിച്ചിലൊക്കെ നടത്തിയത്. അവന്റെ ജീവിതത്തില് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അവൻ പിന്മാറിപ്പോയി. മാത്രമല്ല, അവനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ അവൻ പ്രാർത്ഥനയെല്ലാം മുടക്കി അവൻ കിടന്നുറങ്ങി. ഇതെല്ലാം കാരണമാണ് അവന്റെ ജീവിതത്തില് വീഴ്ച ഉണ്ടായത്. എന്നാൽ അതിനുശേഷം അവൻ പിന്നെ നമുക്ക് പത്രോസിനെ കാണുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായത്തിന്റെ 40 മുതലുള്ള വാക്യത്തിൽ, അവർ അവനെ അനുസരിച്ച് അപ്പോസ്തലന്മാരെ വരുത്തി അടുപ്പിച്ചു. ഇനി യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുത് എന്ന് കൽപ്പിച്ചു അവരെ വിട്ടയച്ചു. തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യന്മാരായി എണ്ണിക്കപ്പെടുകയാൽ അവർ സന്തോഷിച്ചും കൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു പോയി. പിന്നെ അവർ ദിനംപ്രതി ദേവാലയത്തിലും വീട് തോറും വിടാതെ ഉപദേശിക്കുകയും യേശുവിനെ ക്രിസ്തു എന്ന് സുവിശേഷിക്കുകയും ചെയ്തു. അതുപോലെ 4:19 വാക്യത്തിൽ നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. 4 അധ്യായത്തിന്റെ 19 വാക്യം. അതിന് പത്രോസ് യോഹന്നാനും, ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്ന ദൈവത്തിന്റെ മുമ്പാകെ ന്യായമോ എന്ന് വിധിപ്പീൻ. ഞങ്ങൾ കണ്ടും കേട്ടുമിരിക്കുന്ന പ്രസ്താവിക്കാതിരിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. ദൈവത്തെക്കാൾ അധികം മനുഷ്യന്റെ മുമ്പിൽ തള്ളി പറഞ്ഞ പത്രോസ് ഇപ്പൊ പറയാണ്, ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്ന ദൈവത്തിന്റെ മുമ്പാകെ ന്യായമോ. പത്രോസിന്റെ ജീവിതത്തില് ദൈവമായിട്ടുള്ള കാഴ്ച വന്നപ്പോൾ 3 പ്രാവശ്യം അവനോട് ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സമ്പൂർണ്ണ സമർപ്പണം അവിടെ കാണുവാനായിട്ട് സാധിക്കും. അതിനുശേഷം പത്രോസ് അല്ല, അവൻ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് തീർന്നു. പണ്ടും അങ്ങനെ ആയിരുന്നു പത്രോസ് എന്നാലും അവന്റെ ജീവിതത്തിന് വ്യത്യാസം വന്നെന്ന് കാണുവാനായിട്ട് സാധിക്കും. ആ പത്രോസിന്റെ ഒറ്റ പ്രസംഗം കൊണ്ട് നമുക്ക് 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ നമുക്ക് വായിക്കുന്നതാണ്. ഒറ്റ പ്രസംഗം കൊണ്ട് അവിടെ നമുക്ക് 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ നാം കാണുന്നത്,
അവരോട് ചോദിക്കുന്നു. 37-ാം വാക്യത്തില ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോട് ശേഷാപ്പോസ്തലന്മാരോടും ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിക്കുന്നു. അവിടെ പറയുന്നത് നിങ്ങൾ മാനസാന്തരപ്പെടണം എന്ന് പറയുമ്പോൾ അവന്റെ വാക്ക് കൈക്കൊണ്ട് അവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവനോട് ചേർന്നു. ഓർത്ത് നോക്കിക്കേ, ഈ പത്രോസ് ആരാ? അവൻ വലിയ കഴിവുള്ളവനാണോ? അല്ല, അവനൊരു മുക്കുവനാണ്. അത് തന്നെയല്ല, ചാടി പറയാൻ സ്വഭാവമുള്ളവനാണ്. പത്രോസിനെ കുറിച്ച് നമ്മൾ എപ്പോഴും ചാട്ടാണ്. എന്തെങ്കിലും കർത്താവ് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വിചാരിക്കും ഇനി ഞാൻ അങ്ങനെയൊന്നും പറയത്തില്ല എന്നൊക്കെ വിചാരിക്കും. എന്നാലും ചാടി പറയുന്ന സ്വഭാവക്കാരനാണ്. ദൈവത്തെ തള്ളി പറഞ്ഞവനാണ്. എന്നാല് അവരൊന്നിച്ചു നിന്നാണ് പ്രസംഗിച്ചത്. ഒറ്റ പ്രസംഗത്തില് 3000 പേർ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, സഭയോട് ചേർന്നു. പത്രോസ് ആരായിട്ട് തീർന്നു? പത്രോസിനെ തന്നെ ദൈവത്തിൽ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ പത്രോസ് അല്ല, ദൈവം എടുത്ത് ഉപയോഗിക്കുന്ന ഒരു മാനപാത്രമായിട്ട് പത്രോസ് തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് പത്രോസ് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് 3000 പേര് രക്ഷിക്കപ്പെടുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. പ്രിയ സഹോദരിമാരെ, ഇത്രയും വലിയൊരു സന്തോഷം വേറെ ഈ ലോകത്തിൽ കിട്ടുവാനുണ്ടോ? എന്റെ ജീവിതത്തിൽ പലപ്പോഴും ചിലരെ കർത്താവിലേക്ക് നടത്തി കഴിയുമ്പോൾ അവര് രക്ഷിക്കപ്പെടുന്നത് കാണുമ്പോൾ എനിക്കുള്ള സന്തോഷം എന്നുള്ളത് എനിക്ക് പറഞ്ഞറിയിക്കാനായിട്ട് സാധിക്കത്തില്ല. അത്രയും സന്തോഷം വേറെ ഒന്നിലും എനിക്ക് ലഭിച്ചിട്ടില്ല എന്ന് എനിക്ക് പറയുവാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഈ സന്തോഷം ലഭിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ളവരോട് ചിലരോട് സുവിശേഷം പറഞ്ഞ് അവർ രക്ഷിക്കപ്പെടുന്നത് കാണുന്നത് അത് ഏറ്റവും വലിയ സന്തോഷമാണ്. അപ്പോൾ ഞാൻ ഓർക്കും 3000 പേർ രക്ഷിക്കപ്പെട്ടപ്പോൾ അവരെ മറ്റുള്ളവരുടെ മുമ്പാകെ നിന്ദയായി തീർന്നത്, പുച്ഛിച്ചത്, അതെല്ലാം മറന്നിട്ട് കർത്താവിൽ സന്തോഷിക്കുന്ന, കർത്താവിൽ സമാധാനം, കർത്താവിൽ സന്തോഷം, ഇതെല്ലാം ദൈവമക്കൾക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. ഈ ലോകത്തിലുള്ള സന്തോഷമൊന്നും അതൊക്കെ താൽക്കാലികമാണ്. എന്നാൽ നിത്യമായിട്ടുള്ള സന്തോഷം നമുക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവിടെ സന്തോഷമുണ്ടായെന്ന് മാത്രമല്ല, നാം തന്നെ പലപ്പോഴും പറയാറുള്ള വാക്യമാണ്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തന്റെ ജീവനെ കളഞ്ഞാൽ അവൻ എന്ത് പ്രയോജനം? ഒന്ന് ഓർത്തു നോക്കിക്കേ, ഒരു മനുഷ്യൻ സർവ്വലോകത്തേക്കാൾ വലിയവനായിട്ടുള്ള മനുഷ്യന്റെ അവന്റെ വലിയത് അവന്റെ ആത്മാവാണ്. ആ ആത്മാവ് രക്ഷിക്കപ്പെടുന്ന സമയത്ത് അത് എത്രയോ വലുതാണ്. അപ്പോൾ ആരൊക്കെ സന്തോഷിക്കും? രക്ഷിക്കപ്പെടുന്ന ആള് സന്തോഷിക്കും, കർത്താവ് സന്തോഷിക്കും, ദൂതന്മാര് സന്തോഷിക്കും, സ്വർഗം സന്തോഷിക്കുന്ന ഒരു അനുഭവമാണ്. ഈ ഒരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് തന്നതായിട്ടുള്ള ഏറ്റവും വലിയ ഡ്യൂട്ടിയാണ്. നമുക്ക് 1 പത്രോസ് 2-ാം അധ്യായത്തിൽ അത് വായിക്കുന്നുണ്ട്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കോണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. നമ്മളെ വിളിച്ചു വേർതിരിച്ചതിന്റെ ഉദ്ദേശം എന്താണ്? നമ്മൾ ഈ ലോകത്തിൽ ജീവിച്ച് കുറെ ധനം സമ്പാദിച്ച് കുറെ നമ്മുടെ സൗന്ദര്യമൊക്കെ വർദ്ധിപ്പിച്ച് കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊച്ചുമക്കളെ ഒക്കെ കണ്ട് അതൊക്കെ നല്ല കാര്യമാണ്, അതൊക്കെ അനുഗ്രഹമാണ്, ദൈവത്തിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹമാണ്. ഇതിനു വേണ്ടി അല്ല കേട്ടോ. അവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കോണമാണ്, അവനെ കുറിച്ച് മറ്റുള്ളവരോട് പറവാനാണ്. അത് ഏത് രീതിയിലാണ് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും പറയാനുള്ള സാധിക്കത്തുള്ളൂ. ഞാൻ ചെയ്യുന്ന പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാനായിട്ട് സ്വാതന്ത്ര്യമില്ലാത്ത ഒരു രാജ്യത്തുള്ള നിങ്ങൾക്ക് ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല. എന്നാല് നമ്മളെ വിളിച്ചതിന്റെ ഉദ്ദേശം ഇതാണ്. ഏത് രീതിയിലാണ് എന്നുള്ളതല്ല, സൽഗുണങ്ങളെ ഘോഷിപ്പാൻ എന്ന് പറഞ്ഞാല് കർത്താവിന്റെ നല്ല സുവിശേഷം മറ്റുള്ളവരോട് പറവാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്നുള്ളത് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, കർത്താവ് പറയുന്നുണ്ട് ഇതൊക്കെ ഇതിൽ പറഞ്ഞപ്പോൾ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 3 മുതൽ 9 വരെയുള്ള വാക്യത്തിൽ പറയുന്നുണ്ട്, വിതയ്ക്കുന്നവൻ വിതച്ചപ്പോൾ ചിലരെന്ത് ചെയ്തു? 100 മേനി കിട്ടി, 60 മേനി കിട്ടി, ചിലർക്ക് 30 മേനി കിട്ടി. ഞാൻ ഇന്നലെ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ 60-30 മേനി എനിക്ക് കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എങ്കിൽ 30 മേനിയെങ്കിലും കിട്ടുവാനായിട്ട് എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ ഇന്നും പ്രാർത്ഥിച്ചു കർത്താവിനോട്. പ്രിയ സഹോദരിമാരെ, മറ്റുള്ളവരോടത്തോളം നമുക്ക് കർത്താവിനെ സ്നേഹിപ്പാനോ മറ്റുള്ളവരെ നേടുവാനോ സാധിച്ചില്ല. എന്നാൽ 30 മേനിയാണ് അവിടെ ഏറ്റവും കുറവായിട്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്. 30 മേനിയെങ്കിലും കൊയ്യുന്നവരായിട്ട് തീരുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഞാൻ അങ്ങനെ ആഗ്രഹിച്ചു, കർത്താവെ 30 മേനിയെങ്കിലും എന്റെ ജീവിതത്തില് അവിടെ ചെല്ലുമ്പോൾ കിട്ടുവാനായിട്ട് സഹായിക്കണമേ. നമുക്കറിയാം, ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ള ഒരു വേദഭാഗമാണ്, സമരിയ സ്ത്രീയെ കുറിച്ച് എന്തെല്ലാം കുറ്റങ്ങളായിരിക്കും നമുക്ക്, അങ്ങനെയുള്ളവരെ കുറിച്ച് എന്തെല്ലാം കുറ്റങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ അവരെ കുറിച്ച് പറയാനുള്ളത്.
എന്നാല് നാം ഒരു ദിവസം ആ സമരിയ സ്ത്രീയുടെ കൂടെ നിൽക്കും കേട്ടോ. നാം ഒരു ദിവസം ആ സമരിയ സ്ത്രീയുടെ കൂടെ നിൽക്കുമ്പോൾ ഒരു പട്ടണം മുഴുവനും കർത്താവിലേക്ക് നേടിയ ഒരു സ്ത്രീയാണ്. അവരാരാണ്? അവരൊന്നുമില്ല. എത്ര ഭർത്താക്കന്മാരുള്ള ഉണ്ടായിരുന്ന ചീത്തയായിട്ട് ജീവിച്ച ഒരു സ്ത്രീയാണ്. എന്നാൽ അവർക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. അവള് ദൈവത്തെ സേവിക്കണമെന്നുള്ള ലക്ഷ്യം അത് കർത്താവ് അറിഞ്ഞു. അവളുടെ ഹൃദയം അവൾ കർത്താവിന് വേണ്ടി കൊടുത്തു. അവൾ കർത്താവിന് വേണ്ടി അവളുടെ ജീവിതം സമർപ്പിച്ചു കഴിഞ്ഞു. അവൾ ആരെന്നുള്ളതല്ല പ്രത്യേകത. കർത്താവ് അവളെ ഉപയോഗിച്ചു. ഒരു പട്ടണം മുഴുവനും കർത്താവിലേക്ക് നേടിയ ഒരു സ്ത്രീയെ. നമ്മളെക്കുറിച്ചും നാമും ആ കർത്താവിന്റെ മുമ്പില്, ആ സമരിയ സ്ത്രീയുടെ മുമ്പിൽ ഒരു ദിവസം നമ്മൾ നിൽക്കും. എങ്ങനെ നിൽക്കേണ്ടി വരും എന്ന് ഞാൻ ഓർക്കുമ്പോൾ പലപ്പോഴും ഞാൻ ഓർക്കും. അവിടെ വലിയ സന്തോഷമുണ്ടാകും. എന്നിരുന്നാലും ചിലപ്പോൾ തല കുനിച്ച് പലരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ തല കുനിച്ച് നിൽക്കേണ്ടി വരും. ഇത് കർത്താവിന്റെ മുമ്പിൽ തന്നെയല്ല കേട്ടോ. ഈ ലോകത്തിലുള്ള നമ്മൾ അന്ന് അറിഞ്ഞവരായ അനേകരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ തല കുനിയും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ലൗകികമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി നമ്മുടെ തല കുനിയുവാനായിട്ട് ഈ ദൈവം ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ആത്മീയമായിട്ടുള്ള അനേക കാര്യങ്ങളിൽ നമ്മുടെ തല കുനിയേണ്ട ആവശ്യം നമുക്ക് ഉണ്ടാകും. ഞാൻ പോകട്ടെ. 4-ാമത്തെ വാക്യം. വിത്ത് നമ്മൾ 3-ാമത്തെ കണ്ടു, വിതയ്ക്കുന്നതിലും അധികം കൊയ്യും. 4-ാമത്തത്, എനിക്ക് എത്ര മിനിറ്റും കൂടി ഉണ്ട് ലിസ? ഹലോ, ഒരു 5 മിനിറ്റ്സ് കൂടെ എടുത്തോ, കുഴപ്പമില്ല. 5 മിനിറ്റ്സ് സമയം തീർന്നു. എനിക്കറിയാതെ വിത്ത് ഏതെന്നറിയാൻ പാടില്ലാതെ വിധിച്ചതാണെങ്കിലും കൊയ്യും എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ നമുക്ക് ഒരു സ്ത്രീരത്നത്തെ ഒന്ന് കാണാം. ഉൽപ്പത്തി പുസ്തകം 16-ന്റെ 2, 4, 6 വാക്യത്തിൽ അത് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ 1 ശമൂവേൽ 2-ന്റെ 12, 25, 27 വാക്യത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ വിത്തേതെന്ന് അറിയാൻ പാടില്ലായിരുന്നു. നമുക്ക് സാറയെ കുറിച്ചാണ് അറിയാവുന്നത്. സാറയുടെ ജീവിതത്തില് വിത്തേതെന്ന് സാറയ്ക്ക് അറിയത്തില്ലായിരുന്നു. വിത്തേതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും സാറ അബ്രഹാമിനോട് പറയത്തില്ലായിരുന്നു ഈ ഹാഗാറിനെ ഭാര്യയായിട്ട് സ്വീകരിക്കണം. കാരണം കർത്താവ് സാറയോടും അബ്രഹാമിനോടും പറഞ്ഞതാണ്, നിന്നിൽ നിന്ന് ഞങ്ങൾക്ക് മക്കൾ ഉണ്ടാകും എന്ന് പറഞ്ഞതാണ്. എന്നിട്ടും അത് അവിശ്വസിച്ചുകൊണ്ടാണ് സാറ ഒരു സൂത്രപ്പണി ഒപ്പിച്ചെന്ന് കാണുവാനായിട്ട് സാധിക്കും. ഹാഗാർ പ്രഗ്നന്റ് ആയി കഴിഞ്ഞപ്പോൾ അവളുടെ ഭാവങ്ങളെല്ലാം മാറി. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, ഈ വാക്യങ്ങൾ കാണുവാനായിട്ട് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന സ്റ്റോറിയാണ്, കാണാനായിട്ട് സാധിക്കുന്നത് സാറ ഹാഗാറിന്റെ മുമ്പിൽ നിന്ദിതയായിട്ടിരുന്നു. അപ്പോൾ അവൾ ദുഃഖിച്ചു എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സാറയ്ക്ക് ഇത് അറിയാമായിരുന്നെങ്കിൽ, ഈ വിത്ത് വിതയ്ക്കുന്നതിന് മുമ്പ് സാറയ്ക്ക് അറിയാമായിരുന്നെങ്കിൽ ഒരിക്കലും സാറ ഇങ്ങനെ ഒരു വിത്ത് വിതയ്ക്കത്തില്ലായിരുന്നു. നമ്മുടെ ജീവിതത്തില് പല വിത്തുകളും നാം അറിയാതെയാണ് വിതയ്ക്കുന്നത്. എന്നാല് നാം അറിഞ്ഞു വിധിച്ചാലും അറിയാതെ വിധിച്ചാലും അതിന്റെ ഫലം നാം കൊയ്യും എന്നുള്ളത് സാറയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. സാറ വിത്ത് കൊയ്ത് കേട്ടോ. അവള് പിന്നെ ഇസ്മായേലിനെ ആ വീട്ടിൽ നിന്ന് പുറത്തിറക്കി വിടത്തക്കവണ്ണം ആ കാര്യങ്ങൾ വഷളത്തായി തീർന്നു. അബ്രഹാം എന്ത് ദുഃഖിച്ചു കാണും. ഈ അബ്രഹാം ചെയ്തതിന്റെ തിന്മ, വിശ്വാസികളുടെ പിതാവാണ്. എന്നാൽ അബ്രഹാം ചെയ്തതിന്റെ തിന്മ, അവൻ ചെയ്ത വിത്തിന്റെ അനുഭവം, അവനും വിധിച്ചത് അബ്രഹാം എന്ന ശ്രേഷ്ഠദാസൻ കൊയ്തു എന്നുള്ളത് നമുക്ക് തന്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മള് ശമൂവേലിന്റെ പുസ്തകത്തിൽ ഏലിയുടെ കാര്യവും പറയുന്നുണ്ട്. ഏലിയുടെ ജീവിതത്തില് ഏലി ദൈവത്തെക്കാൾ അധികമായിട്ട് മക്കളെ സ്നേഹിച്ചു. എന്തുണ്ടായി? താൻ മരിച്ചു മാത്രമല്ല, അവൻ കഴുത്തൊടിഞ്ഞ് മരിച്ചു മാത്രമല്ല, മക്കളും യാഗപീഠവും പിടിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് ഞാന് എന്റെ ക്ലാസ് ഇവിടെ ലൂക്കോസ് 6-ന്റെ 38-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്ക് അളന്നു കിട്ടും. പ്രിയ സഹോദരിമാരെ, നാം നന്മ വിതച്ചാൽ നന്മ കിട്ടും, തിന്മ വിതച്ചാൽ തിന്മ കിട്ടും. ഇന്ന് നമ്മുടെ ജീവിതത്തില്, ഇന്ന് മുതലുള്ള ജീവിതത്തില് നമ്മുടെ ജീവിതത്തിൽ നന്മ മാത്രം വിതയ്ക്കുവാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ ക്ലാസ് തീരുന്നതിന് മുമ്പായിട്ട് ഒരു 4 ക്വസ്റ്റ്യൻ നമ്മളോട് തന്നെ ചോദിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇങ്ങനെ തീരുവാനായിട്ട് കർത്താവ് ഒരു അവസരം തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒന്നാമത്തെ ചോദ്യം ഞാൻ ചോദിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, നിങ്ങളോടും ചോദിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഞാൻ ജഡത്തിന്റെ വിത്താണോ അതോ ആത്മാവിന്റെ വിത്താണോ വിതയ്ക്കുന്നത്? രണ്ടാമത്തെ ക്വസ്റ്റ്യന് ഒന്നുകൂടെ ഞാൻ പറയട്ടെ, ഞാൻ ജഡത്തിന്റെ വിത്താണോ അതോ ആത്മാവിന്റെ വിത്താണോ നാം വിതച്ചുകൊണ്ടിരിക്കുന്നത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നാം നമ്മുടെ മക്കളെ നല്ല വിത്ത് അല്ലെങ്കിൽ ആത്മാവിന്റെ വിത്ത് വിതയ്ക്കുവാൻ അഭ്യസിപ്പിക്കുന്നവരാണോ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നമ്മളുടെ മുമ്പാകെ നമ്മുടെ സാക്ഷ്യ ജീവിതം എങ്ങനെയാണ്? നമ്മുടെ മുമ്പാകെ
നമ്മുടെ സാക്ഷ്യ ജീവിതം നമ്മൾ നന്മ വിതയ്ക്കുന്നവരെന്നാണോ നമ്മുടെ മക്കൾ നമ്മളെ കുറിച്ച് പറയുന്നത്? അതോ തിന്മയ്ക്ക് പകരം പോലും നന്മ വിതയ്ക്കുന്നവരെന്നാണോ? അതോ തിന്മയ്ക്ക് പകരം നന്മ വിധിക്കുന്നവരാണോ എന്നാണോ നമ്മുടെ മക്കൾ നമ്മളെ കുറിച്ച് പറയുന്നത്? നാലാമതായിട്ട് നാം ഒരു ഇരട്ട ജീവിതമാണോ ജീവിക്കുന്നത്? മറ്റുള്ളവരുടെ മുമ്പാകെ മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി നാം നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും. എന്നാൽ ഞാൻ എന്ന വ്യക്തി, ആ വ്യക്തിയില് ഈ ജഡത്തിന്റെ വിത്ത് മാത്രമായിട്ടാണോ ഇരിക്കുന്നത്? അതോ എന്റെ ജീവിതം ഒരു ഇരട്ട ജീവിതമാണോ എന്നുള്ളത് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ചിന്തിക്കുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ. പ്രിയ സഹോദരിമാരെ, ഇന്ന് നമുക്കൊന്നും കൂടെ നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട്, കർത്താവെ, എന്റെ ജീവിതത്തിലെ മുറുകെ പറ്റുന്ന പാപങ്ങളെല്ലാം വിട്ട് ഇന്ന് നന്മ മാത്രം വിധിച്ചുകൊണ്ട് ജീവിപ്പാൻ, മറ്റുള്ളവർ എന്നെ ഉപദ്രവിച്ചാലും, മറ്റുള്ളവർ എന്നെ ത്യജിച്ചാലും, മറ്റുള്ളവർ എന്നെ കളിയാക്കിയാലും ഞാൻ തിരിച്ച് അവരെ ഉപദ്രവിക്കുകയോ അവരെ ചതിക്കുകയോ ഒന്നും ചെയ്യാതെ നന്മ മാത്രം വിധിച്ചുകൊണ്ട് ജീവിപ്പാൻ കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു നമ്മളെ തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു തീരുമാനമെടുക്കാം. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. നാമും പലപ്പോഴും വിചാരിക്കുന്നത് നന്മ മാത്രം ചെയ്തുകൊണ്ട് ജീവിക്കാം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പലപ്പോഴും നാം ബിലയാമിനെ പോലെ ആയി തീരാറുണ്ട്. ബിലയാം ആഗ്രഹിച്ചു, ഭക്തന്മാർ മരിക്കുന്ന പോലെ ഞാൻ മരിക്കട്ടെ. എന്നാല് ഭക്തന്മാർ മരിക്കുന്ന പോലെ മരിക്കുവാനായിട്ട് ബിലയാമിന് സാധിച്ചില്ല കേട്ടോ. അവൻ ഭക്തൻ അല്ലാത്ത രീതിയിലാണ് മരിക്കുന്നത്. ഭക്തന്മാർ ജീവിക്കുന്ന പോലെ ജീവിച്ചെങ്കിൽ മാത്രമേ ഭക്തന്മാർ മരിക്കുന്ന പോലെ മരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ജീവിപ്പാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവന്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന ഇവിടെയുള്ള ദൈവമക്കളോടും പ്രിയ സഹോദരിമാരോടും വിശേഷിച്ച് ഞാൻ ദിശയോടുമുള്ള എന്റെ നന്ദി അറിയിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.